ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബീസ് വേൾഡ്. ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ഡേ ആണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുന്ന വർക്ക് കുറേ നാളുകൊണ്ട് ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എനിക്കിന്നൊരു വർക്ക് കിട്ടിയിട്ട് അവരെ വീട്ടിലേക്ക് പോയാനും അതേ വീട്ടിൽ തന്നെ ഇക്കാക്കും വർക്കുണ്ട്. ഞാനിങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പം ഇക്ക മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വൈഫ് ബ്യൂട്ടീഷ്യൻ ആണെന്ന്. അപ്പോൾ വൈഫിനെയും കൂടിയും കൂട്ടണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിന്, ഫേഷ്യലും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ അമ്മ അവിടത്തേക്ക് പോകുന്നതാണ്. പിന്നെ ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ, ഉള്ളത് പറയുന്നതിലൊന്നുമില്ലല്ലോ. ഒരു ടെൻഷനുണ്ട്. നമ്മൾ കേരളത്തിലല്ലേ ഇത്രയും നാളും ചെയ്തത്, ഇവിടെ വന്നിട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ചെറിയ ടെൻഷനല്ല, വലിയ ടെൻഷൻ. ഒന്ന് ഭാഷ അറിയാത്തതിന്. എൻ്റെ വർക്കിന് എനിക്ക് വലിയ അത്ര ഇതുണ്ടായിട്ടല്ല, ഭാഷേൻ്റെത് എനിക്ക് ഒട്ടും അറിയത്തില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇക്കാടെ അടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ, ആ ഒരു ഇതുണ്ടായിന്. അങ്ങനെ ഇത് ഫസ്റ്റ് കയറുമ്പം തന്നെ ഉള്ളതാണ്. അപ്പം ഫോൺ പോലും എനിക്ക് ശരിക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നത് അത്ര നല്ല ഒരിതല്ലല്ലോ, അവരെ പെർമിഷൻ ഇല്ലാതെ. അതുകൊണ്ട് അങ്ങനെ ശരിക്കും എടുത്തിട്ട. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അവിടെ എത്തിയപാടും ഇൻഷാന് ഒരുപാട് കളിപ്പാട്ടങ്ങൾ എടുത്തു കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കുറേ നാളത്തേക്ക് കളിക്കാൻ ആളെ കിട്ടിയതിൻ്റെത്. പിന്നെ അവരും പറഞ്ഞിരുന്നു മോനെയും കൂട്ടണം എൻ്റെ മോൻ്റെ കൂടെ കളിക്കാമെന്ന്. അങ്ങനെ അവന് ഒരുപാട് നല്ല സന്തോഷം ഉണ്ടായിന്. അവൻ പറഞ്ഞു ഇനിയും ബാപ്പ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂട്ടണം എന്നാണ്. നല്ലൊരു മേഡായിരുന്നു, നല്ല സ്വഭാവം. വലിയ പ്രായമൊന്നുമില്ല, എൻ്റെ ഏജിനേ ഉള്ളൂ, പക്ഷെ നല്ല സ്വഭാവം. ഞാൻ സൗദികൾ ഇത്രയും എല്ലാവരും അങ്ങനെ ആയിരിക്കൂല, ഇവർ നല്ല പാവമാണ്. പിന്നെ ഇക്കാരെ പണി തീർന്നില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ തീർന്ന്. ഹെയർ കട്ട്, ത്രെഡിങ്, ഹെയർ വാഷ്, ഹെയർ കളറിങ്, ഫേഷ്യൽ, എൻ്റെ എല്ലാം തീർന്ന്. പിന്നെ അമ്മ ഇറങ്ങാൻ നേരത്ത് എന്തോ പാർസൽ വരുത്തിച്ചിട്ട് ഇതിൻ്റെ വക ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് പണിയൊന്നും എടുക്കണ്ട, ഫുഡാണ്, എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞൂടാ. അത് ഞാൻ നിങ്ങളെ മുമ്പ് തന്നെ തുറക്കാം. പിന്നെ ക്യാഷൊക്കെ തന്നിട്ടോ, ക്യാഷൊക്കെ ഇക്കാരെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത്. എനിക്ക് എൻ്റെതിനും ഇട്ട് കൊടുത്തിന്, ഇക്കാരതിനും ഇട്ട് കൊടുത്തിന്. നല്ല സ്വഭാവമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരെ. നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അറബിയിലും ഇംഗ്ലീഷിലൊക്കെ തട്ടിയും മുട്ടിയും പിടിച്ച് നിന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ കൂട്ടാൻ വന്ന് അവർ തന്നെ നമ്മളെ കൊണ്ടാക്കിയിട്ട് പോയി. പിന്നെ അങ്ങനെ നമ്മളെ തേർഡ് ഫ്ലോർ ആയതുകൊണ്ട് ഈ സ്റ്റെപ്പ് കയറൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്താ ഇതെന്ന്, നിങ്ങൾ ഇതുപോലത്തെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് ഫുഡാണ്. സത്യത്തിൽ ഇവിടെ നിന്ന് ഇക്ക ഒരുപാട് പ്രാവശ്യം ഷവർമ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇക്കാനെ കൊണ്ട് തന്നെ തീറ്റിക്കലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്തെന്നറിയില്ല, ഇതിന് ഒരുപാട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്ക കൊണ്ടുവരുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫാത്തിമ മാഡത്തിന്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.